വയനാട് പുത്തുമലയെ ഒന്നടങ്കം തകർത്ത മഹാദുരന്തം ഉണ്ടായി ഇന്നേക്ക് 7 വർഷം പിന്നിട്ടു. ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ കുടുംബങ്ങൾ ഇന്നും ദുരിത ജീവിതത്തിലാണ്. സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ നിർമ്മിച്ച വീടുകളിൽ ഭൂരിഭാഗവും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരത്തിലാണ് ദുരിതബാധിതർ. വിവരങ്ങളുമായി ലിൻഡോ തോമസ് ചേരുകയാണ് വയനാട് നിന്ന്. ലിൻഡോ, ഒരു ദുരന്തമുണ്ടായി, ആ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനുശേഷം അവർ ഒരു പുനരധിവസിപ്പിക്കപ്പെട്ട സ്ഥലത്ത് പോലും വളരെ വേഗത്തിൽ തന്നെ ആ പുനരധിവസിപ്പിക്കപ്പെട്ട എല്ലാ വീടുകളും തന്നെ ഇത്തരത്തിൽ ചോർന്നൊലിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ആ ദുരിതബാധിതരുള്ളത്. വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. സർക്കാർ ഇടപെടണം എന്നാണ് ആവശ്യം. രുചീഷ്, 2019 ഓഗസ്റ്റ് 8-നാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 17 പേർ മരണപ്പെട്ടു. നിരവധി ആളുകളുടെ വീടും കൃഷിയിടങ്ങളും അടക്കമുള്ള സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. ഇതിന്റെ ഭാഗമായിട്ടാണ് 2022 മാതൃഭൂമി ട്രസ്റ്റ് വിട്ടു നൽകിയ പുത്തക്കൊല്ലിയിലെ ഭൂമിയിൽ ഈ കുടുംബങ്ങൾ പുത്തുമലയിൽ വീടടക്കം നഷ്ടപ്പെട്ട ഈ ദുരന്തബാധിതരായിട്ടുള്ള കുടുംബങ്ങൾക്ക് 52 വീടുകൾ സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് നിർമ്മിച്ചു നൽകിയത്. എന്നാൽ ഈ വീട് നിർമ്മിച്ചു നൽകി ഒരു വർഷം അവർ 2022-ലാണ് ഈ കുടുംബങ്ങൾ ഈ വീടുകൾ കയറി താമസിക്കാൻ ആരംഭിച്ചത്. ഈ കയറി താമസിക്കാൻ ആരംഭിച്ച ഒരു വർഷം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഈ വീടുകളിൽ ചോർച്ച തുടങ്ങി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ സന്ദർശിച്ചപ്പോൾ ഭൂരിഭാഗം വീടുകളിലും പൊട്ടിയൊലിച്ച് വെള്ളം വരുന്ന അവസ്ഥയാണ്. ഒരു മഴ പെയ്താൽ തന്നെ വീടുകളുടെ അകത്തളങ്ങളിലെല്ലാം തന്നെ മഴവെള്ളം എത്തുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ആ കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ 7ാമത്തെ വാർഷികമായ ഇന്നത്തെ ദിവസം പുത്തുമല ദുരന്തം കഴിഞ്ഞ് 7ാം വാർഷികമായ ഇന്ന് പുത്തുമല ദുരന്തബാധിതർ ഇന്ന് ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. അവരുടെ പ്രധാനപ്പെട്ട പ്രതിഷേധം തങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായിട്ടും ഈ ദുരിത ജീവിതത്തിൽ നിന്നും തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. തങ്ങൾക്ക് ലഭിച്ച വീടുകളെല്ലാം ഇത്തരത്തിൽ വലിയ രീതിയിൽ ജീവിക്കാൻ സാധിക്കാത്ത, സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് തങ്ങളുടെ വീടുകളിലെ ഈ ചോർച്ച പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ കുടുംബങ്ങൾ ഇന്ന് വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചത്. രുചീഷ്.